ഹലോ, ഇന്ന് ഞാനിതാ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ളൊരു അടിപൊളി ക്രാഫ്റ്റാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള ക്രാഫ്റ്റുകളൊക്കെ ഞാൻ മുൻപും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്, ആദ്യത്തെ ഒരു കളറ്. പിന്നെ ഇവിടെ ഫ്ലവർ വയർ എടുത്തിട്ടുണ്ട്. ഇതിന് ₹1 കേട്ടോ ഒരെണ്ണത്തിന് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഫ്ലവർ വയർ എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇനി ആവശ്യമായിട്ടുള്ളത് ഇങ്ങനെ റൗണ്ടിനുള്ള എന്തെങ്കിലും ഒരു മൂടി എടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒരു കുപ്പി എന്തെങ്കിലും എടുത്താൽ മതി. ഇതിപ്പോൾ ഫെവിക്കോളിൻ്റെ ഒരു മൂടിയാണ്. നമുക്ക് കറക്റ്റ് ആ റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു റൗണ്ട് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ആ ഒരു ഫ്ലവർ വയർ ഈ ഒരു മൂടീൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതൊന്ന് തിരിച്ചിട്ട് ഈ റൗണ്ടിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ആ ഒരു ഫ്ലവർ വയർ നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഈ ഒരു മുറിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ വയർ എടുത്തിട്ട് അങ്ങനെ ഒന്ന് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മുറുക്കി പിടിക്കുക. പിന്നെ ഒന്ന് തിരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നൂലുണ്ട വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് ചുറ്റിയിട്ട് നമുക്കൊന്ന് കെട്ടിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ അത് മുഴുവനായിട്ടൊന്ന് കെട്ടിയെടുത്തതിന് ശേഷം ആ നൂല് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വലുപ്പത്തിലാണ് നമുക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് വെട്ടിയെടുക്കേണ്ടത്. അതായത് ആ ഫ്ലവർ വയറിൻ്റെ ആ നീളല്ലേ ആ അത്രയും നീളത്തിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ഇതള് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 4 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. ഇനി ഞാനിത് റോസ് കളർ കവർ എടുത്തിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് അങ്ങനെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ചുറ്റിയെടുക്കാം. ഇനി ഇതുപോലെ ഒരു കഷ്ണം കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഈ നമ്മൾ ചുറ്റിയെടുത്തിരിക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ അത് അതിനുള്ളിലോട്ടൊന്ന് വെക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് പിരിച്ചു കൊടുക്കുക കേട്ടോ. പിരിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഒരു ഉണ്ട കിട്ടും. ആ ഉണ്ട നമുക്ക് ഇനി വേറൊരു കവർ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് വെക്കുക. അതിനുശേഷം ഇത്രയും വലുപ്പത്തിലുള്ള ഒരു ഫ്ലവർ വയർ എടുത്തിട്ട് ആ ഒരു ഉണ്ടല്ലേ അതിൻ്റെ ഉള്ളിലോട്ടൊന്ന് അമർത്തിയിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അതിനുശേഷം ഇത് അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നൂലുണ്ട വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം. നന്നായി ടൈറ്റ് ആക്കിയിട്ട് കെട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ആ ഫ്ലവർ വയർ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടുപോരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ കെട്ടി കൊടുക്കാം. ഇനി ആ ഒരു ബാക്കി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ അത് നമുക്ക് വെട്ടി മാറ്റാം കേട്ടോ. ഇത്രയും ഭാഗത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഒന്ന് വെട്ടി കളയുന്നുണ്ട്. ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 കളറ് പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് ആവശ്യമായിട്ടുള്ളത്. അതിൽ ഞാൻ 2 കളർ എടുത്തിരിക്കുന്നത്, ഒന്ന് യെല്ലോ കളറും പിന്നെ ഒന്ന് റോസുമാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഏത് കളർ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു റോസ് മുട്ട് പോലുള്ള അതിൻ്റെ ചുറ്റോറമായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതളുകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 4 ഇതളുകളാണ് കേട്ടോ ഞാൻ അവിടെ വെച്ച് കൊടുക്കുന്നത്. വേണമെങ്കിൽ 3 ഇതളും വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി 5 ഇതളായാലും നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ആക്കിയിട്ടൊന്ന് വെച്ചതിന് ശേഷം ഒരു നൂലുണ്ട വെച്ചിട്ടൊന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതളുകൾ തയ്യാറാക്കി എടുക്കണമെന്നൊന്നുമില്ല. അതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പത്തിൽ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂര്യകാന്തിൻ്റെ ഒക്കെ ഇതളുകളില്ലേ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഈ ഒരു കവർ ചുറ്റുന്നത് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി എന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ഡിസൈനുകൾ ആ ഒരു കമ്പിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് 4 ഇതളുകൾ വെച്ചിട്ട് ഇങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ആ ഒരു തണ്ട് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു നൂല് ചുറ്റിയിട്ടുള്ള ഭാഗമില്ലേ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചുറ്റി കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പശ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് പിടിച്ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പശ തേച്ചിട്ടുള്ളത്. പശ തേക്കാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കെട്ടിട്ടിട്ട് താഴത്തോട്ട് ചുറ്റി വന്നതിന് ശേഷം ഒന്ന് ലൈറ്റർ വെച്ച് ചൂടാക്കിയാലും മതിയാവും. അപ്പോൾ ഞാനിത് അതൊന്നായിട്ടൊന്ന് അതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വളരെ ലൈറ്റായിട്ടുള്ള കളറായതുകൊണ്ട് തന്നെ അത് 2 മടക്കാക്കിയിട്ട് വേണ്ടി വന്നു എനിക്ക് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു കളർ ഇങ്ങനെ എടുത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് നല്ല ഡാർക്കായിട്ടുള്ള പച്ച കളറാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ ഈ പച്ച കളർ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ഇനി ഈ പൂമൊട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് കവർ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ഒരു കവറിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഫ്ലവർ വയർ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് അങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് റൗണ്ട് ആവേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ
കുറച്ചൊന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന രീതിയിൽ ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഇനി നമുക്കത് ആ നൂലുണ്ട വെച്ചിട്ടൊന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ആ റോസ് കളറ് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലെങ്ത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആ ഒന്ന് താഴത്തോട്ടെ ആ ഫ്ലവർ വെയറിൻ്റെ താഴത്തോട്ട് ഇച്ചിരി ഒന്ന് എടുക്കണം. അപ്പോഴാണ് ആ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇതൊന്ന് ചുറ്റിയിട്ട് ഇത് അതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ബാക്കി ഭാഗങ്ങൾ ഒന്ന് മുറിച്ച് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എടുക്കണം എന്നുള്ളത്. ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കേണ്ടത്. ഇനി ഇതാ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ട് ഞാൻ ആ ഒരു തണ്ട് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോസ് കളറിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഞാൻ അതൊന്ന് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് പശ തേക്കേണ്ടതൊന്നും ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ട് താഴെ ഒന്ന് നമുക്ക് ലൈറ്റർ വെച്ച് ചൂടാക്കിയാൽ മതിയാവും. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ട് തന്നെ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ കുറച്ച് മുട്ടുകൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു പൂവിൻ്റെ ഇല തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തയ്യാറാക്കിയെടുത്താൽ മതിയാവും. ഞാൻ എൻ്റെ മുൻപത്തെ വീഡിയോയിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇല തയ്യാറാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് റൗണ്ടാക്കി മുറിച്ചെടുത്തതിന് ശേഷം അതിൽ നിന്ന് ഇലയുടെ ആകൃതിയിൽ ഇത് അതുപോലെ ഒന്ന് വെട്ടിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏത് രീതിയിലുള്ള ഇല വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഓരോ രീതിയിൽ ഇല തയ്യാറാക്കുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വേറൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ഗ്രീൻ കളർ അക്രലിക്കിൻ്റെ പെയിൻറ്റ് ഇതിനൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പെയിൻ്റൊന്നും കയ്യിലില്ലാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു പച്ച കളർ കുപ്പിയിൽ 7up ഒക്കെ അതെടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 പൂക്കളും 3 മുട്ടുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇല ആദ്യം തന്നെ തയ്യാറാക്കി എടുത്തതിന് ശേഷം പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നാൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ഈ പൂക്കളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇല ഉണങ്ങാൻ വേണ്ടിയിട്ട്, അതായത് പെയിൻറ്റ് അടിച്ചത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി ഞാനിതാ ഒരു ഫ്ലവർ വയർ എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇതാ അങ്ങനെ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ കവർ ചുറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താഴ്ഭാഗം അതാ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. ഇത് ഞാൻ ആ പൂക്കളൊക്കെ കൂടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഫ്ലവർ വെയർ എക്സ്ട്രാ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പൂക്കളും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് ഒന്ന് തിരിച്ചെടുത്താലും മതിയാവും. അപ്പോൾ ഞാനിത് ആദ്യം ഒരു മുട്ട് വെച്ചിട്ട് ഇത് അങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത പൂക്കളും മുട്ടുകളും ഇലകളും ഒക്കെ അതുപോലെ തന്നെ ഒന്ന് ചുറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ വേറെ കെട്ടി കൊടുക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പശ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നല്ല വെളിച്ചക്കുറവുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു കറക്റ്റ് ഭംഗി അതിൽ കാണാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനത്തിൽ ഞാൻ ഇതിൻ്റെ ശരിക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ഭംഗി എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഓരോരോ പൂക്കളും മുട്ടുകളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അവസാനമായിട്ടാണ് ആ ഇലകൾ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇതാ ആ ഒരു ഇലകൾ ചുറ്റിയെടുക്കുന്നത് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കവറുകളൊക്കെ എന്തായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാവും. നമ്മൾ കടയിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് ഇതുപോലെയുള്ള കവറുകൾ എന്തായിട്ടും കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കവറുകളൊക്കെ എടുത്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഭംഗിയാർന്നിട്ടുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഒരു എൻ്റർടൈൻമെൻ്റ് ആവും ഇത്. അപ്പോൾ ഞാനിതാ ഈ ഒരു പൂവിൻ്റെ മുഴുവനായിട്ടുള്ള വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള ഭംഗി അതിനുണ്ടാവും. അപ്പോൾ അതാ അവസാനം ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം.